നമസ്കാരം. അമേരിക്കൻ വീക്ഷണത്തിലേക്ക് സ്വാഗതം. ഈയിടയ്ക്ക് കേരളത്തിലൊന്ന് പോയി. അപ്പോൾ കണ്ട ചില കാര്യങ്ങൾ അമർഷത്തോടുകൂടി പറയുകയാണ്. സത്യം പറഞ്ഞാൽ കേരളത്തിലെ ഇപ്പം ഞാൻ കോഴിക്കോടാണ്. നഗരത്തിൽ നിറച്ച് ബംഗാളികൾ. വാസം പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ പച്ചത്തെറി പറയാനാണ് തോന്നുന്നത്. ഈ പണ്ടാരമൊക്കെ കൂടി ഇങ്ങോട്ട് വന്ന് ചാടിയത് എന്തിനാണ് കേരളത്തിൽ? അപ്പോൾ ഏറ്റവും രസകരമായൊരു കാര്യം, തലമുടി ഒന്ന് വെട്ടിക്കാൻ പോയി. അവിടെ ചെന്നപ്പം അവിടെ ബംഗാളികളാണ്. ഒരു വാക്ക് മലയാളം അറിയത്തില്ല, ഹിന്ദി തന്നെ അവർക്ക് ശരിക്കും അറിഞ്ഞുകൂടാ. ഹിന്ദി നമുക്കും അറിയത്തില്ല ശരിക്ക് പറയാനായിട്ട്. പിന്നെ അതുപോലെ ഇംഗ്ലീഷിൻ്റെ കാര്യം പറയുകയും വേണ്ട. അവരെന്തോ പറഞ്ഞു, ഞാനെന്തോ പറഞ്ഞു. എങ്ങനെയും മുടി വെട്ടണം, റെഗുലർ വെട്ടണമെന്ന് പറഞ്ഞു. എന്തായാലും 2.25 മിനിറ്റ് കൊണ്ട് അവൻ മുടി വെട്ടി. പിന്നെ ആ യന്ത്രവും ഉപയോഗിച്ചു. പിന്നെ കത്രിക അവിടെ ഇവിടെ ഒന്ന് വെച്ചു. കത്രിക കൊണ്ട് അവിടെ ഇവിടെ ഒന്ന് പോരി. പിന്നെ കത്രിക കൊണ്ട് പോരി, അതിൻ്റെ വേദന ഇതുവരെ പോയിട്ടുമില്ല. പിന്നെ പേനാക്കത്തി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉപയോഗിച്ചതേ ഇല്ല. അതുപോലെ തന്നെ ലോഷനോ അല്ലെങ്കിൽ സോപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിച്ചത് പോലുമില്ല. എങ്ങനെയായാലും 2.25 മിനിറ്റ് കൊണ്ട് പരിപാടി തീർന്നു കിട്ടി. പിന്നെ ആ പഴയ 150 രൂപയെ ചോദിച്ചുള്ളൂ. 150 രൂപ എന്ന് പറയുമ്പോൾ $2 വരികയില്ല. ഇവിടെ നമ്മൾ $30 ഒരു തലമുടി വെട്ടുന്നതിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പൈസയുടെ കാര്യത്തിൽ നമുക്ക് പരാതിയില്ല. പക്ഷേ ഞാൻ ആലോചിക്കുകയാണ്, അവിടെ നോക്കുമ്പോൾ അവിടുത്തെ മിക്കവാറും എല്ലാ ബാർബർ ഷോപ്പിലും ഈ ബംഗാളികളും ഒരക്ഷരം ഒരു വാക്ക് പോലും മലയാളം അറിയത്തില്ലാത്ത ആളുകൾ. അപ്പം നമ്മുടെ ബാർബർമാരെല്ലാം എവിടെ പോയി? മലയാളികളായ ബാർബർമാരെല്ലാം എവിടെ പോയി? അവരെല്ലാം ഗൾഫിലൊക്കെ പോയെന്ന് തോന്നുന്നു. അപ്പോൾ ഗൾഫിലൊക്കെ പോകുന്നതിൽ തെറ്റില്ല, വല്ല കാശും കിട്ടുന്ന കാര്യത്തിൽ. അപ്പോൾ ഞാൻ ഓർക്കുകയാണ്, വാസം പറഞ്ഞാൽ ഈ നമ്മളാരും ബാർബർ ഇല്ലാത്തതുകൊണ്ട് നമ്മളാരും മുടിവെട്ടാതിരുന്നിട്ടില്ല ഇതിനു മുമ്പ്. അപ്പം നമ്മുടെ നാട്ടിൽ ആവശ്യത്തിന് ബാർബർമാരുണ്ടായിരുന്നു. മറ്റു രാജ്യത്തുനിന്ന് മറ്റു സ്ഥലത്തുനിന്ന് ബാർബർമാർ ഇങ്ങോട്ട് വരേണ്ട കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അല്ലാതെ തന്നെ നമുക്കിവിടെ ഉണ്ടായിരുന്നു. ഇപ്പം ബാർബർ ജോലി എന്തോ ഒരു മോശപ്പെട്ട കാര്യമാണെന്ന് നമ്മുടെ തലയ്ക്കകത്ത് എങ്ങനെയോ വന്നു പോയതാണ്. അപ്പോൾ എം എൻ കാരശ്ശേരി പറഞ്ഞ പോലെ ഈ നല്ല കാര്യങ്ങൾ ബാർബർ നമ്മളെ സുന്ദരക്കുട്ടപ്പന്മാരാക്കുന്നു. അത് മോശപ്പെട്ട എന്തോ ഒരു ജോലിയാണെന്നാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ തട്ടാൻ ഏറ്റവും കലാകാരനാണ് ഏറ്റവും നല്ല ആഭരണങ്ങൾ ഉണ്ടാക്കുന്നത്, ഏറ്റവും അതിമനോഹരമായ ആഭരണങ്ങൾ ഉണ്ടാക്കുന്നത്. ആ കലാകാരനെ നമ്മൾ താണജാതിക്കാരനാണ്. അതുപോലെ തന്നെ ആർക്കിടെക്റ്റ്, ആശാരി, അവർ നമ്മുടെ കെട്ടിടങ്ങളും ഇതെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ അവരെയും താണജാതിക്കാരായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പം ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളെല്ലാം നമ്മൾ മോശക്കാരായിട്ടും ചീത്തയായിട്ടും കാണുന്നു. അപ്പോൾ അതിനോടൊരു അവജ്ഞ വരുന്നു. അപ്പം ഈ ബാർബർ ജോലി ഒരു വിഭാഗം, ഒരു ജാതിയുടെ മാത്രം കുത്തകയായി മാറുന്നു. വേറെ ആരും അത് ചെയ്യുന്നുമില്ല. കാരണം അത് മോശപ്പെട്ട ഒരു കാര്യമാണ്. സത്യത്തിൽ അത് മോശപ്പെട്ട ഒരു കാര്യമാണോ? അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കുമല്ലോ ആളുകൾ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട കാര്യം, അപ്പം നമ്മുടെ നാട്ടിലെ ബാർബർമാരൊക്കെ എവിടെ പോയി? ഗൾഫിലൊക്കെ പോയി കാണാം, കുറേ പേര് പോയി കാണാം, കുറേ പേര് ആ ജോലി വിട്ടുപോയി കാണാം, കുറേ പേര് മറ്റ് ജോലികളിലേക്ക് ഒക്കെ മാറിപ്പോയി കാണാം. കാരണം ഇത് മോശപ്പെട്ട ഒരു ജോലിയാണെന്നുള്ളൊരു ലേബൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യാനായിട്ട് ആരും തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല. നമ്മളത് മോശപ്പെട്ടതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം അത് മോശപ്പെട്ടതാണെന്ന് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം എന്താണ്? കാരണം അതിൽ ഈ പറയുന്ന ശമ്പളങ്ങൾ, പറയുന്ന മെച്ചങ്ങൾ നമുക്ക് കിട്ടുന്നില്ലെങ്കിലാണ് നമ്മൾ മോശപ്പെട്ടതായിട്ട് കണക്കാക്കുക. ഇപ്പം അമേരിക്കയിൽ അതേ ജോലി ഈ ഇന്ത്യയിൽ മോശമാണെന്ന് നമ്മൾ കരുതുന്ന പല ജോലികളും അമേരിക്കയിൽ കിട്ടിയാൽ നമ്മൾ ചെയ്യും. കാരണം എന്താ? ശമ്പളം കിട്ടും. ആ ശമ്പളം മാന്യമായ ഒരു ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ജോലി ഏതാണെന്ന് നമ്മൾ നോക്കിയാൽ എന്ത് ജോലിയായാലും നമുക്ക് പ്രശ്നമുള്ള കാര്യമില്ല, നമുക്ക് പൈസ കിട്ടണം. ഇപ്പം ഇന്ത്യയിൽ ജോലി മോശമാകുന്നതും എല്ലാ കാര്യങ്ങളിലും ഈ ഒരു കാര്യമാണ് തോന്നുന്നത്. ആവശ്യത്തിന് മതിയായ അർഹിക്കുന്ന ശമ്പളം അവിടെ കിട്ടുന്നില്ല. ഇപ്പോൾ ഈ മറുനാടൻ മലയാളി ഷാജൻസ് കറിയാവൊക്കെ ഇലക്ട്രിസിറ്റി ബോർഡിൽ ഭയങ്കര ശമ്പളമാണ്, അവർ നമ്മളെ കൊള്ളയടിക്കുകയാണ്, ഭയങ്കര മോശമാണ്, അവിടെ ഭയങ്കര ആനുകൂല്യങ്ങളാണ് എന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്. ആളുകളെല്ലാം കൈയടിക്കാറുമുണ്ട്. ഒരുപക്ഷെ അത് ശരിയായിരിക്കാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർ വലിയ ശമ്പളമൊക്കെ കൊടുക്കുന്നുണ്ടാകാം. അവിടെ പ്യൂണായിട്ട് കയറുന്നവൻ, ലൈൻമാനായിട്ട് കയറുന്നവർ, എഞ്ചിനീയറായിട്ട് റിട്ടയർ ചെയ്യുന്നു. സത്യം പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ അതൊരു നല്ല കാര്യമാണ്. അങ്ങനെ ഒരാൾ ആ പ്യൂണായിട്ട് കയറുന്നവൻ ആ പ്യൂണായിട്ട് തന്നെ റിട്ടയർ ചെയ്യണമെന്ന് ഒരു നിബന്ധനയുമില്ല. അവൻ അവിടെ ഇരുന്ന് ഓൺ ദ സ്പോട്ടിൽ അത് നേരിട്ട് കാര്യങ്ങൾ പഠിച്ച് ഉയർന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഉയരാനുള്ള അവസരം ഉണ്ടാവുകയാണ് വേണ്ടത്. അതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ ഇന്ത്യയിലെയോ അല്ലെ കേരളത്തിലെ സാഹചര്യത്തിൽ ഒരു വിഭാഗത്തിന് ചിലർക്ക് മാത്രം ശമ്പളം കൂടുകയും ആനുകൂല്യങ്ങൾ കൂടുകയും ചെയ്യുമ്പം മറ്റുള്ളവരെല്ലാം അതിനോട് പിണങ്ങുന്നു, അതിന് എതിരഭിപ്രായം വരുന്നു. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ കണ്ട ഒരു കാര്യം, ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ ജോലിക്കൊന്നും അർഹിക്കുന്ന ശമ്പളം കേരളത്തിൽ കൊടുക്കുന്നില്ല. കേരളത്തിൽ DA കിട്ടി, ക്ഷാമബത്ത കിട്ടി, മറ്റേ ബത്ത കിട്ടി എന്നൊക്കെ പറഞ്ഞ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. സത്യത്തിൽ ഇപ്പം കൊടുക്കുന്നതിൻ്റെ ഒരു 4 ഇരട്ടി ശമ്പളം അവിടെ കൊടുക്കേണ്ടതാണ് അർഹിക്കുന്ന. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആളുകൾ അവിടെ തന്നെ
ജോലി ചെയ്താൽ അവിടെ തന്നെ ജോലി ചെയ്താൽ നമുക്ക് ജീവിക്കാനുള്ള ശമ്പളം കിട്ടും, വീട് മേടിക്കാനും അല്ലെങ്കിൽ പിന്നെ പിള്ളേരെ വളർത്താനും ഒക്കെ ഉള്ള ശമ്പളം കിട്ടുമെന്നുണ്ടെങ്കിൽ ആളുകൾ കേരളം വിട്ടു പോവില്ല. നേരെ മറിച്ച് ഈ ഒരു എൽ ഡി ക്ലർക്കായാൽ അവൻ ജീവിതകാലം മുഴുവൻ ഉന്തിയാൽ എന്താ കിട്ടുന്നത്? അവന് ചെറിയൊരു ഒന്നോ രണ്ടോ പ്രൊമോഷൻ കിട്ടും, പിന്നെ റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് ആനുകൂല്യങ്ങൾ കിട്ടുമെന്ന് മാത്രം. അത് സർക്കാരിലാണെങ്കിൽ, ഈ സാധാരണ സർവീസുകളിലൊക്കെ ആണെങ്കിലോ, സാധാരണ ജോലികളൊക്കെ ആണെങ്കിലോ, പ്രൈവറ്റ് കമ്പനികളിലൊക്കെ ആണെങ്കിലോ അവൻ്റെ കാര്യം അധോഗതി. അപ്പോൾ ആ ശമ്പളത്തിൻ്റെ ഒരു കുറവ്, ആ വരുമാനത്തിൻ്റെ ഒരു കുറവ് വാസ്തവത്തിൽ ശക്തമായിട്ട് കാണുന്നുണ്ട്. വരുമാനത്തിൻ്റെ കുറവുള്ളത് കൊണ്ടാണ് വില കുറഞ്ഞ് നിൽക്കുന്നതെന്ന് പറയാം. എങ്കിലും അത് അർഹിക്കുന്ന ഒരു വരുമാനം എല്ലാ വിഭാഗം ആളുകൾക്കും കിട്ടിയില്ലെങ്കിൽ ആ സമൂഹം തന്നെ അങ്ങോട്ട് താഴ്ന്നു പോവുകയാണ് ചെയ്യുന്നത്. ആ സമൂഹത്തിന് അവിടെ നിലനിൽപ്പില്ലാത്തൊരവസ്ഥ വരുന്നു. അതുകൊണ്ടാണ് ആളുകളെല്ലാം പുറത്തേക്ക് പോകുന്നത്. എങ്ങനെയെങ്കിലും അവിടെ പോയാൽ കുറച്ചുകൂടെ കാശ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം ആളുകൾ പോകുന്നു. അപ്പോൾ പിന്നെ ഈ ഇപ്പം തെങ്ങ് കയറ്റക്കാരൻ നമുക്കറിയാം, ഒരു പണക്കാരനാകാൻ പറ്റും, ഒരു തെങ്ങ് കയറ്റം മാത്രം ജോലി ചെയ്യുന്നയാൾ, അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരാൾ. ഈ അങ്ങനെയുള്ള ഒരവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട്. ഏതെങ്കിലും ഒരു ജോലി ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടുന്ന് ഊരിപ്പോരാനോ രക്ഷപ്പെടാനോ പറ്റത്തില്ല, ഉയർന്നു പോകാൻ പറ്റത്തുമില്ല. അപ്പോൾ ആ ഒരവസ്ഥ അതിപ്പോൾ ഇവിടെയും ഒരുപക്ഷെ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവിടെ അതിന് നമുക്ക് അങ്ങനെ തീരെ ഗതികേട് പിടിച്ച സ്ഥലങ്ങളിൽ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മാറിപ്പോകാൻ പറ്റും, പുതിയ കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റും, രക്ഷപ്പെടാനൊക്കെ കുറച്ചുകൂടി അവസരങ്ങൾ കൂടുതലുണ്ട്. നമ്മുടെ നാട്ടിൽ അവസരങ്ങളില്ല. ഒരിക്കൽ കുടുങ്ങിക്കഴിഞ്ഞാൽ അവിടെ തന്നെ പോകുന്ന ഒരവസരം വരും. അപ്പോൾ വാസ്തവം പറഞ്ഞാൽ അപ്പം നമ്മുടെ നാട്ടിൽ ആ ശമ്പളം, ആ മൂല്യവർധന ആണ് വരേണ്ടിയിരിക്കുന്നത് നമ്മുടെ ആളുകൾക്ക്. അപ്പോൾ തന്നെ ശമ്പളത്തിലൊക്കെ വരുമാനത്തിലൊക്കെ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് അവിടെ തന്നെ തുടരാനുള്ള ആ താല്പര്യം വരും. എന്തിനാ ഇപ്പോൾ പുറത്ത് പോകുന്നത്? ഇതേ ശമ്പളമല്ല, ഇതേ ആനുകൂല്യം ആണെങ്കിൽ ഇപ്പോൾ അമേരിക്കയിൽ കിട്ടുന്നതെല്ലാം കേരളത്തിലും കിട്ടുന്നുണ്ടെങ്കിൽ കേരളത്തിൽ നിന്ന് എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത്? അപ്പോൾ അവിടെ ഇല്ലാത്തത് കൊണ്ടും ഒക്കെയാണ് ആളുകൾ ഇങ്ങോട്ട് പോരുന്നത്, അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് കുടിയേറി പാർക്കുന്നത്. പലരും അല്ലാതെ ഉണ്ട് കേട്ടോ. ഈ കാരണത്തിന് കേരളത്തിൻ്റെ ആ സാമൂഹിക അന്തരീക്ഷത്തിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് നമുക്കറിയാം. ഈ അമേരിക്കയുടെ ഏറ്റവും വലിയ മെച്ചമായിട്ടുള്ള കാരണം എന്താണ്? അമേരിക്കയിലൊക്കെ പോരുന്നതിൻ്റെ കേരളത്തിൽ നമ്മൾ ഒരു പണക്കാരനാണെങ്കിൽ അയാളെ ജനം ബഹുമാനിക്കും, ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ് അയാളെ ബഹുമാനിക്കും, ഒരു പാവപ്പെട്ടവനാണേലോ എടുത്തിട്ട് ചവിട്ടും. നേരെ മറിച്ച് ഇപ്പോൾ അമേരിക്കയിൽ പണക്കാരനാണോ ഉദ്യോഗസ്ഥനാണോ ഇതൊന്നും ആരും നോക്കുന്നില്ല. നമ്മുടേതായ രീതിയിൽ ജീവിക്കുന്നത്. നമ്മൾ എവിടെയെങ്കിലും ചെല്ലുന്നിടത്ത് നമ്മളുടെ വസ്ത്രം നോക്കിയിട്ടോ അല്ല, നമ്മുടെ പണം നോക്കിയിട്ടോ അല്ല അവിടെ നമുക്ക് എല്ലാം ഒരു ഈക്വൽ ട്രീറ്റ്മെൻറ്റ് നമുക്കിവിടെ ലഭിക്കുന്നു. ആ ഒരു വ്യത്യാസം അമേരിക്കയിലുണ്ട്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അമേരിക്കയെ മഹത്വവൽക്കരിക്കുന്ന ഏറ്റവും വലിയ കാര്യമായിട്ടാണ് എനിക്ക് അത് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇന്ത്യയുടെ ഈ ഒരവസ്ഥ, ആളുകൾക്ക് അർഹമായ ശമ്പളങ്ങളും അർഹമായ പ്രതിഫലവും കിട്ടാത്തതാണ് പിന്നെ ഇന്ത്യയുടെ ഒരു പ്രശ്നം, പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു പ്രശ്നം എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതിനൊരു മാറ്റത്തിനാണ് ശ്രമിക്കേണ്ടിയിരിക്കുന്നത്. കാരണം ആളുകൾക്ക് അർഹമായ പ്രതിഫലം കിട്ടണമെങ്കിൽ അതനുസരിച്ചുള്ള എല്ലാ രംഗത്തും മാറ്റങ്ങൾ വരണം. അപ്പോൾ എല്ലാ രംഗത്തും മാറ്റങ്ങൾ വരിക എളുപ്പമല്ല. പ്രത്യേകിച്ച് ഒരു സംസ്ഥാനത്ത് മാത്രമായിട്ട് മാറ്റങ്ങൾ വരികയും എളുപ്പമല്ല. പക്ഷേ ആ മൂല്യവർധന ഉണ്ടാവാത്ത പക്ഷം ഇങ്ങനെ ആളുകൾ പുറത്തേക്ക് പോകുന്നതും പുറത്തേക്കുള്ള ഒഴുക്കുകളും ഒക്കെ ഉണ്ടാവും. ബാർബർ ഷോപ്പിൽ ചെന്നാൽ നമ്മുടെ ആളുകളെ കാണാനുണ്ടാവില്ല, മറ്റുള്ളവർ മാത്രം ആവുന്ന അവസ്ഥ വരും. ഹോട്ടലുകളിൽ ജോലി ചെയ്യുന്നിടത്ത് മറ്റ് ബംഗാളികൾ മാത്രമായിട്ട് ഉള്ള അവസ്ഥ വരും. അപ്പോൾ ഇതിനൊരു മാറ്റം വരണമെങ്കിൽ ആ ശമ്പള വർധന ഉണ്ടാവേണ്ടതുണ്ട് എല്ലാ രംഗത്തും, സർക്കാർ സർവീസിൽ മാത്രമല്ല മറ്റെല്ലാ രംഗത്തും. പക്ഷെ അതെങ്ങനെ സാധിക്കും എന്നുള്ളതാണ് ഇപ്പം അത് പറയാനായിട്ടുള്ളൊരു കഴിവ് എനിക്ക് ഇപ്പോൾ കാണുന്നില്ല, ഒരു എക്കണോമിസ്റ്റ് അല്ലാത്തതുകൊണ്ട്.